എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഐപ്പോമിയ പ്ലാന്റ്, കാഡിനൽ ക്രീപ്പർ എന്നും ഐപ്പോമിയ പ്ലാന്റ് എന്ന് വിളിക്കുന്ന നല്ല മജന്ത കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ഐപ്പോമിയ പ്ലാന്റ്. ഇതിന്റെ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്. ഈ മജന്ത കളറിലുള്ള പൂക്കളും അപ്പൊ നമുക്ക് നല്ല ഒരു ആർച്ച് പോലെയൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വള്ളിയൊക്കെ വീശിയ നല്ല പ്ലാന്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക. ഇതിന് ഇത്ര റേറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോവുകയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക. ഇതാണ് നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന കട്ട് ഫ്ലവർ ആന്തൂറിയം. കുറേ ആൾക്കാർ എൻക്വയറി നടത്തുന്ന ഒരു പ്ലാന്റാണ് ഈ കട്ട് ഫ്ലവർ ആന്തൂറിയം. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള റെഡ് കളറിൽ ഉള്ള പ്ലാന്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത്. ഇത് നമ്മൾ സിംഗിൾ ആയിട്ടല്ല കേട്ടോ, അത് ഫുൾ പോട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അതിന് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 1250 രൂപയാണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ഈ ഹെലിക്കോണിയ പ്ലാന്റിൽ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ ഗാർഡനൊക്കെ ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഒരു പെട്ടി പോലെ അടിച്ചിട്ട് കട്ട വെച്ച് തിരിച്ച് നമുക്കൊരു പെട്ടി പോലെയൊക്കെ അടിച്ച് അതിനുള്ളിൽ നമുക്കിത് വളർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. തിക്കായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. ഇതിൻ്റെ കൂടെ കൊറിയർ ചാർജ് വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.